ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞായറാഴ്ച ദിവസമായിരുന്നു. ഞായറാഴ്ച ഒരു വീടിൻ്റെ പരിസരം അടിക്കാൻ വേണ്ടിയായിരുന്നു. ചെറിയ പണിയായിരുന്നു. അപ്പം ഇതാണ് ആ വീടിൻ്റെ പരിസരമാണ് ഈ കാണുന്നത്. പരിസരം മീൻസ് ഇതൊരു മിറ്റമാണ്. നല്ല വീതി വിസ്താരമുള്ള മിറ്റം. നല്ലൊരു വീടാണ് കേട്ടോ. ഇപ്പോൾ ആൾത്താമസമൊന്നുമില്ല, പക്ഷേ നല്ലൊരു ഭംഗിയുള്ളൊരു വീട്. ഈ വീടിൻ്റെ സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ കണ്ടോ, ഇതാണ് സ്പോട്ട്. ഇതാണ് ഇതിൻ്റെ സ്പോട്ട്. താഴോട്ട് ഇതിങ്ങനെ ഉണ്ടാവും. ഈ പുഴ സൈഡൊക്കെ കാട് വെട്ടാൻ വേണ്ടി വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പുല്ല് കണ്ടമാനം ഇങ്ങോട്ട് കയറി കിടക്കും. നമ്മളൊക്കെ പുല്ല് കണ്ടിട്ട് ഇപ്പോൾ അടിവശം കാണാതെ, അതായത് മണ്ണ് കാണാതെ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കരുത്. അത് പുഴ സൈഡാണെങ്കിലും അല്ലാത്ത കാടാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ അടി തീർത്ത് ക്ലിയറാക്കിയിട്ട് തീർത്തിട്ട് വേണം പോകാൻ. അല്ല ഇത് കണ്ടോ, ഇതേപോലെ അള്ളാണ്. ഇവിടുന്ന് തെറ്റിപ്പോയാൽ നേരെ പുഴയിൽ പോയിട്ട് കിടക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഏത് സ്ഥലത്ത് പണിക്ക് പോയിട്ടുണ്ടെങ്കിലും നമ്മൾ നോക്കേണ്ട കാര്യം ഈ കാട് വെട്ടുമ്പോൾ അടിഭാഗം തീർത്ത് വെട്ടാവുള്ളൂ. അതിൻ്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ പാമ്പോ അല്ലെങ്കിൽ കുറ്റിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ കുറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാലേ കൊള്ളും. ഷൂസ് ഇട്ടാലും ചിലതൊക്കെ കാലേ കയറും. അപ്പം അതുകൊണ്ട് കാടൊക്കെ വെട്ടുമ്പം ഇതേപോലെ പുഴ സൈഡൊക്കെ വെട്ടുന്ന സമയത്ത് നല്ല ഭംഗിയായിട്ട് വെട്ടുക, അതേപോലെ തന്നെ തീർത്ത് വെട്ടുക. ഇത് ഇവർ മരുന്നടിച്ചായിരുന്നു ഇതിൻ്റെ അകത്ത്. ഈ മരുന്നടിച്ചിട്ട് പിന്നെ കാട് വെട്ടുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ മുറിഞ്ഞ് കിട്ടത്തില്ല. അത് നല്ല പവറുണ്ട്, എന്നാലും കുഴപ്പമില്ല. അത് നമ്മൾ പ്രതീക്ഷയിൽ കിട്ടില്ല. അപ്പം അങ്ങനെ ഇന്നത്തെ പണിയൊക്കെ ക്ലോസ് ചെയ്ത് ഇനി നേരെ വീട്ടിലേക്ക് പോകണം. ഞായറാഴ്ചയാണ്, വല്ലതും കഴിച്ച് റെസ്റ്റ് ചെയ്യണം. ഓക്കെ, എല്ലാവർക്കും വീഡിയോ ഉണ്ട്. എല്ലാവർക്കും താങ്ക് യു. ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, ശരി. ഇതാണ് നമ്മളെ വണ്ടി. ശരി.